ഇത്തവണത്തെ തൃശ്ശൂർ പൂരം ഏപ്രിൽ 19-നല്ല. ശരിയായ പൂരം നടക്കുന്നത് ഏപ്രിൽ 24-ലാണ്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ഇടതും വലതും BJP ഇറക്കിയത് ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതായിരുന്നു. BJP സംബന്ധിച്ച് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ BJPയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. സുരേഷ് ഗോപി ഒരു സാധാരണ സ്ഥാനാർത്ഥിയല്ല BJPക്ക്, മറിച്ച് സ്വന്തം നോമിനിയാണെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തൃശ്ശൂരിൽ ദേശീയ തലത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ജനുവരിയിൽ BJP സംഘടിപ്പിച്ച തൃശ്ശൂരിൽ വെച്ച് നടന്ന നരേന്ദ്രമോദി പങ്കെടുത്ത വനിതാ മീറ്റിൽ തന്നെ കേരളത്തിൽ BJPയും മോദിയും തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൗപചാരികമായി തുടക്കമിട്ടിരുന്നു എന്ന് പറയാം. റോഡ് ഷോയ്ക്കിടെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറാൻ തിരഞ്ഞെടുത്ത 3 പാർട്ടി നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു. പിന്നീട് ഗുരുവായൂരിൽ വെച്ച് നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതുമെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മോദിയുടെ ജനപ്രീതിയുടെ സൂചകം കൂടിയാകും. കേരളത്തിലെ ആദ്യ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP ക്യാമ്പുകൾ. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, മണ്ഡലത്തിലെ ശക്തരായ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലുള്ള BJP വിരുദ്ധ വികാരങ്ങൾ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിലൂടെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP. എന്നാൽ സ്വർണ്ണക്കിരീട വിവാദം, മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിവാദം എന്നിവയെല്ലാം സുരേഷ് ഗോപിയുടെ ജനപ്രീതിക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഏറെക്കുറെ നേരത്തെ തന്നെയായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും. കേരളത്തിൽ പൊതുവായി സംസ്ഥാന സർക്കാരിനെതിരായുള്ള മനോഭാവം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ MLAയും മുൻ കൃഷിമന്ത്രിയുമായിരുന്ന സുനിൽകുമാറിനുള്ള ജനപ്രീതി തന്നെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സംഘടനാ സംവിധാനത്തെ ആശ്രയിച്ച് പ്രചാരണം ആരംഭിച്ചിരുന്നു LDF. യുവാക്കൾക്കിടയിൽ സുനിൽകുമാറിന് നല്ല സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് LDF നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം, വിളകളുടെ താങ്ങുവില എന്നിവ വിതരണം ചെയ്തതിലെ കാലതാമസം തുടങ്ങി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നിവയടക്കം ജനം എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്നു കാണണം. തൃശ്ശൂരിൽ സിറ്റിംഗ് MP TN പ്രതാപനെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പത്മജിയുടെ കൂറുമാറ്റം തീരുമാനം മാറ്റിച്ചു. പരമ്പരാഗത ഇടതുപക്ഷ കോട്ടയായ വടകരയിൽ നിന്ന് വിജയിച്ച് വടകരയുടെ സിറ്റിംഗ് MP ആയ മുരളീധരനെ തന്നെ പത്മജിക്കുള്ള മറുപടിയായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. BJPക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പത്മജി എത്തുമ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് മുരളീധരൻ. ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മത നേതാക്കളുമായി മുരളീധരനുള്ള ബന്ധത്തിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. തൃശ്ശൂരിന്റെ സ്പന്ദനമറിയുന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന K കരുണാകരന്റെ മകനെന്ന പരിഗണനയും ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ നേടാം, ഒപ്പം കൂടുതൽ പൊതുസമുദായ വോട്ട് നേടാമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്. എന്നാൽ K കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശ്ശൂർ ഒരിക്കൽ കരുണാകരനെ കൈയൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന ഗൃഹപാഠവും കോൺഗ്രസിന് മുന്നിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ്. എന്തായിരിക്കും തൃശ്ശൂരിന്റെ ഭാവി എന്നറിയാൻ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ആർക്കൊപ്പമായിരിക്കും? കമന്റ് ചെയ്യൂ.